ഇത്രയേ സാധിക്കൂ എന്നു പറഞ്ഞു പരിമിതപ്പെടുത്താൻ നാം എപ്പോഴും ശ്രമിക്കുന്നു. ഓം പൂർണ്ണം അത പൂർണ്ണം ഇദം പൂർണ്ണാത് പൂർണ്ണം ഉദച്യതേ പൂർണ്ണാശായ പൂർണ്ണം ആദായ പൂർണ്ണം ഏവ വശിഷ്യതേ. എല്ലാ നാഗരികതയുടെയും തുടക്കം, എല്ലാ ജീവജാലങ്ങളുടെയും തുടക്കം, ഭൂമിയിലെ ആദ്യത്തെ ജീവന്റെ ചലനം, ഈ പ്രപഞ്ചം എല്ലാം ആരംഭിച്ചത് പൂർണ്ണമായതിൽ നിന്നാണ് എന്ന് ഉപനിഷത്തുകൾ പറയുന്നു. പൂർണ്ണം, പൂർണ്ണത, പൂർണ്ണത, കേവലം, അനന്തമായ പരമോന്നത യാഥാർത്ഥ്യം എന്നിങ്ങനെ നിർവചിക്കാം. അതിനാൽ ഉപനിഷത്ത് പറയുന്നു പൂർണ്ണം അത എന്നാൽ അവിടെ അത് പൂർണ്ണമാണ്. ഈ പ്രപഞ്ചം മുഴുവൻ ആ പൂർണ്ണത്തിൽ നിന്നാണ് വന്നു മുന്നോട്ട് പോയത്. ഇപ്പോൾ പ്രശ്നം എന്തെന്നാൽ അത് പൂർണ്ണമാണെന്ന് നമ്മൾ പറയും, പക്ഷേ എനിക്ക് എല്ലായ്പ്പോഴും അപൂർണയായി തോന്നുന്നു, അപൂർണമാണ്. ഞാൻ ചെറുതാണെന്ന് എനിക്ക് തോന്നുന്നു, എനിക്ക് വളരാൻ കഴിയില്ല, ഞാൻ പൂർണ്ണല്ലെന്ന് എനിക്ക് തോന്നുന്നു. സമ്പൂർണ്ണ ജീവിതം, പരിണാമം, ചലനം, കരിയർ എല്ലാം പൂർണ്ണ കൈവരിക്കാനുള്ള മനുഷ്യന്റെ ശ്രമമാണ്. എന്തുകൊണ്ടാണ് നാം പൂർണ്ണ കൈവരിക്കാൻ ശ്രമിക്കുന്നത്? കാരണം ഞങ്ങൾ പൂർണ്ണല്ലെന്ന് ഞങ്ങൾ കരുതുന്നു, ഞങ്ങൾ പൂർണ്ണരല്ല. നിങ്ങൾക്ക് ഒരു ലളിതമായ ഉദാഹരണം നൽകാൻ, എനിക്ക് ഒരു മോട്ടോർ ബൈക്ക് ഉണ്ട്, അതിനുശേഷം ഞാൻ സ്വയം ഒരു കാർ വാങ്ങുന്നു. എനിക്ക് തോന്നുന്നു, ഓ, ഇപ്പോൾ ഞാൻ പൂർണ്ണനാണ്. അത് കുറച്ച് ദിവസങ്ങൾ, മാസങ്ങൾ അല്ലെങ്കിൽ കുറച്ച് വർഷങ്ങൾ നീണ്ടു നിൽക്കും, തുടർന്ന് ഇതിലും മികച്ചത് മറ്റൊന്ന് വാങ്ങാൻ ഞാൻ ഗ്രഹിക്കുന്നു. എന്തുകൊണ്ട്? ഞാൻ ഇപ്പോഴും അപൂർണ്ണനാണെന്ന് എനിക്ക് തോന്നുന്നതിനാൽ എനിക്ക് എന്നെ തന്നെ പൂർത്തിയാക്കേണ്ടതുണ്ട്. ഞാൻ എന്തു ചെയ്യണം? വിവാഹം കഴിക്കാൻ പോകുന്ന ഒരു കാമുകിയെ നോക്കുക. എന്തുകൊണ്ട്? അപ്പോൾ ഞാൻ പൂർണ്ണനാകുമെന്ന് ഞാൻ കരുതുന്നു. അത് സംഭവിച്ചാൽ പിന്നെ എന്ത്? എന്നിട്ടും ഞാൻ പൂർണ്ണല്ല, ഞാൻ അപൂർണ്ണനാണ്. എന്തുകൊണ്ട്? അതിനാൽ സമ്പൂർണ്ണ പരിണാമം ഭൗതിക അർത്ഥത്തിലും ആത്മീയ അർത്ഥത്തിലും പൂർണ്ണമാകാൻ ശ്രമിക്കുന്ന അപൂർണയാണ്. എന്തിനാണ് യോഗികൾ ധ്യാനിക്കുന്നത്? എന്തുകൊണ്ടാണ് അവർ അദ്വൈതവും ബ്രഹ്മസൂത്രവും ഉപനിഷത്തും പഠിക്കുന്നതും ക്രിയായോഗം ചെയ്യുന്നതും? കാരണം അവർക്ക് അപര്യാപ്ത തോന്നുന്നു. ഞങ്ങൾ വന്ന ആ സമ്പൂർണ്ണതയെ സ്പർശിക്കാൻ അവർ ആഗ്രഹിക്കുന്നു. ഉറവിടം. ഇപ്പോൾ ഉപനിഷത്തിന് മനോഹരമായ ഒരു സന്ദേശമുണ്ട്. അത് പൂർണ്ണം അട എന്ന് മാത്രമല്ല, പൂർണ്ണം ഇദം എന്നും പറയുന്നു. സമ്പൂർണ്ണത കണ്ടെത്താനായി കാത്തിരിക്കുകയാണ്, കാരണം നമ്മൾ അപൂർണരാണെന്ന് തോന്നുന്നു. എനിക്ക് ഈ പൂർണ്ണതയെ കണ്ടെത്താൻ കഴിയുമെങ്കിൽ ആ പൂർണ്ണത എന്താണെന്ന് എനിക്കറിയാം, കാരണം ഈ പൂർണ്ണത അതിൽ നിന്നാണ് വന്നത്. പൂർണ്ണാത് പൂർണ്ണം ഉദാച്യതേ, ഇത് അതിൽ നിന്ന് ഉണ്ടായതാണ്. പൂർണ്ണശയ പൂർണ്ണം ആദേ ഏവ, ഇതിൽ നിന്ന് വന്നതാണെങ്കിലും പൂർണ്ണം ആദേ ഏവ വശിഷ്യതേ, ഇത് എല്ലായ്പ്പോഴും പൂർണ്ണമായി തുടരുന്നു. ഇപ്പോൾ എനിക്ക് നിങ്ങളുമായി പങ്കിടാൻ കഴിയുന്ന ഏറ്റവും അടുത്തുള്ള ഉദ്ധരണി തികച്ചും ആത്മീയമല്ല, തികച്ചും ഭൗതികവും ഭൗതികശാസ്ത്രവുമായി ബന്ധപ്പെട്ടതും ഊർജം സൃഷ്ടിക്കാനോ നശിപ്പിക്കാനോ കഴിയില്ല, അത് സ്ഥിരവും അനന്തവുമായി നിലകൊള്ളുന്നു എന്ന മഹാനായ ആൽബർട്ട് ഐൻസ്റ്റീന്റെ കണ്ടെത്തലാണ്. അത് കുറയ്ക്കാൻ കഴിയില്ല, അതിനെ ചെറുതാക്കാനാവില്ല. അത് കുറഞ്ഞുവെന്ന് നമുക്ക് തോന്നാം, പക്ഷേ അത് ഇപ്പോഴും അതിന്റെ സമ്പൂർണ്ണതയിൽ ഇല്ല. അതിനാൽ എല്ലാ വ്യക്തികളും ജീവജാലങ്ങളും ആ പൂർണ്ണതയിൽ നിന്ന് വന്ന് തങ്ങൾ പൂർണ്ണമല്ലെന്ന് കരുതുന്നുണ്ടെങ്കിലും നിങ്ങൾ പൂർണ്ണനാണെന്ന് ഉപനിഷത്ത് പറയുന്നു. പൂർണ്ണം അട, പൂർണ്ണം ഇടം. നമ്മൾ ആ പൂർണ്ണതയെ പുറം ലോകത്ത് തിരയാൻ തുടങ്ങുന്നു. അത് നിലവിലില്ലെന്ന് തോന്നുന്നു. നമ്മൾ എന്തു ചെയ്താലും ഞങ്ങൾക്ക് ഇപ്പോഴും തൃപ്തിയില്ല, ഞങ്ങൾ പൂർണ്ണരല്ല, അത് പൂർത്തിയാക്കാൻ ആഗ്രഹിക്കുന്നു. ഈ പൂർണ്ണതയെ നമ്മൾ എവിടെയാണ് അന്വേഷിക്കേണ്ടത്? അകത്തേക്ക് തിരിഞ്ഞ് ഉപനിഷത്തുകൾ പറഞ്ഞു, ഉള്ളിലേക്ക് നോക്കൂ. ഇവിടെ നിങ്ങൾക്ക് വികാസത്തിനുള്ള സാധ്യതകളും പൂർണ്ണമായതിൽ എത്തിച്ചേരാനുള്ള പരിധിയില്ലാത്ത സാധ്യതകളും കണ്ടെത്താനാകും. അത്രമാത്രം സ്പർശിച്ച യോഗികൾക്ക് ആരുടെയും സഹായം ആവശ്യമില്ല. അവർ സ്വന്തം നിലയിലും ഊർജം നിറഞ്ഞവരുമാണ്. എന്താണ് സംഭവിച്ചത്? നാം പഠിക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ നമുക്ക് ചില കാര്യങ്ങൾ ചെയ്യാൻ കഴിയില്ല, നമുക്ക് കഴിവില്ല, നമ്മൾ ദുർബലരാണെന്ന് വിശ്വസിക്കുന്ന അവസ്ഥയിലേക്ക് നാം തിരിഞ്ഞിരിക്കുന്നു. കൂടാതെ ഉപനിഷത്തിന്റെ മഹത്തായ സന്ദേശം ഉദിഷ്ഠത ജാഗ്രത പ്രാപ്യ വരനിബോധത, എഴുന്നേൽക്കുക, ഉണർന്നിരിക്കുക, ലക്ഷ്യത്തിലെത്തുന്നത് വരെ നിൽക്കരുത്. ഒരു മനസ്സ് വെച്ചാൽ ഈ ഭൂമിയിൽ അസാധ്യമായി ഒന്നുമില്ല. കാരണം നമ്മുടെ യഥാർത്ഥ സത്തയായ ആ പൂർണ്ണതയുടെ സത്ത നമ്മുടെ ഉള്ളിലാണ്. ഒരു ചെറുപ്പക്കാരൻ സ്വാമി വിവേകാനന്ദനോട് ചോദിച്ചു, ഇതെല്ലാം നിങ്ങൾ പഠിപ്പിക്കുന്നത് ഈ ധ്യാനവും മറ്റെന്തെങ്കിലുമുണ്ടോ? ഇത് ഒരുതരം ഹിപ്നോസിസ് അല്ലേ? സ്വാമിജി പറഞ്ഞു, എന്റെ പ്രിയ സുഹൃത്തേ, എനിക്ക് നിന്നെ തിരുത്തണം. ഇത് ഡിഹിപ്നോസിസ് ആണ്. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ജനിച്ച് മരിക്കാൻ പോകുന്ന ഒരു പരിമിതമായ മനുഷ്യനാണെന്ന് ഈ ജീവിതകാലം മുഴുവൻ നിങ്ങൾ ഹിപ്നോട്ടിസ് ചെയ്തു. ശാരീരിക ശരീരം തീർച്ചയായും മരിക്കുന്നു, പക്ഷേ നമ്മുടെ ഉള്ളിൽ ഒരു ശാശ്വതമായ ഘടകം ഉണ്ട്.
സ്വാമിജി പറഞ്ഞു, വേദാന്തത്തിന്റെ മുഴുവൻ പ്രക്രിയയും ഈ ദൗർബല്യത്തിൽ നിന്ന് സ്വയം ഹിപ്നോട്ടിസ് ചെയ്യുകയാണ്. എഴുന്നേറ്റ് നിൽക്കുക, സ്വന്തം കാലിൽ നടക്കുക. എനിക്ക് അത് ചെയ്യാൻ കഴിയില്ല, ഞാൻ ഒരു പരിമിതമായ ജീവിയാണെന്ന് ഈ ധാരണയിൽ നിന്ന് പുറത്തുകടക്കുക. ജനിക്കുന്നു, അതിനാൽ മരിക്കാൻ പോകുന്നു. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ പൂർണ്ണമായ പരിമിതികളില്ലാത്ത പരമോന്നത യാഥാർത്ഥ്യത്തിന്റെ ഒരു തീപ്പൊരിയാണെന്ന് മനസ്സിലാക്കുക. ഒരിക്കൽ നിങ്ങൾ ഈ പരിമിതിയിൽ നിന്ന് സ്വയം ഹിപ്നോട്ടിസ് ചെയ്താൽ നിങ്ങളുടെ സാധ്യതകളും പരിധിയില്ലാത്തതാണ്. ഇത് പറയാൻ എളുപ്പമാണ്, പക്ഷേ ഇത് ചെയ്യാൻ കഴിയുമോ? അസാധ്യമെന്ന് തോന്നുന്ന കാര്യങ്ങൾ ചെയ്ത എല്ലാവരുടെയും ഉദാഹരണം നോക്കൂ. സ്വാമി വിവേകാനന്ദൻ ഇന്ത്യയുടെ നീളത്തിലും പരപ്പിലും അലഞ്ഞു നടന്നു. ഒരു കാലത്ത് താൻ ആരാണെന്ന് ആർക്കും അറിയില്ലായിരുന്നു. അവൻ കഷ്ടപ്പെട്ടു, ചിലപ്പോൾ ഭക്ഷണം കിട്ടാതെ വന്നു. പിന്നെ അദ്ദേഹം തീർച്ചയായും മതങ്ങളുടെ ഷിക്കാഗോ പാർലമെന്റിൽ പോയി പ്രശസ്തനായി. അവനെ അവഗണിച്ച അതേ ആളുകൾ അദ്ദേഹത്തെ തിരികെ സ്വീകരിച്ചു. 100 വർഷം കൊണ്ട് 100 പേർക്ക് നേടാനാകാത്തതും തന്റെ ചെറിയ ജീവിതത്തിൽ അദ്ദേഹം നേടിയെടുത്തു. അവൻ അത് എങ്ങനെ ചെയ്തു? സാരാംശം എവിടെയാണ്? ഈ ഊർജം എവിടെ നിന്ന് വരുന്നു? അദ്ദേഹം ഒരു കോടീശ്വരനായിരുന്നില്ല. ഫണ്ട് ലഭിക്കാൻ അനന്തമായ കണക്ഷനുകൾ ലഭിച്ചു. അനന്തമായ പരമമായ യാഥാർത്ഥ്യത്തിന്റെ തീപ്പൊരി തന്റെ ഹൃദയത്തിലുണ്ടെന്ന് തന്റെ മഹാനായ ഗുരു രാമകൃഷ്ണ പരമഹംസന്റെ കൃപയാൽ കണ്ടെത്തിയതിനാലാണ് അദ്ദേഹത്തിന് അത് ചെയ്യാൻ കഴിഞ്ഞത്. ഇപ്പോൾ അത് ഒരു ഹൃദയത്തിൽ മാത്രമല്ല, എല്ലാ ഹൃദയങ്ങളിലും ഉണ്ടായിരിക്കണം. ചില ആളുകൾ അത് കണ്ടെത്തി അതിൽ ടാപ്പു ചെയ്യുന്നു, ആ ഉറവിടത്തിൽ ടാപ്പു ചെയ്യുന്നു. ചിലർ അങ്ങനെ ചെയ്യുന്നില്ല, കാരണം കുട്ടിക്കാലം മുതൽ തന്നെ നമ്മുടെ കഴിവുകൾ പരിമിതമാണ്, നിങ്ങൾക്ക് വികസിപ്പിക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞ് ഹിപ്നോട്ടിസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഞാൻ അനന്തമായ പരമമായ യാഥാർത്ഥ്യത്തിന്റെ ഒരു തീപ്പൊരിയാണ്, പൂർണ്ണമാണ് എന്റെ സത്ത്, അതിനാൽ ഞാൻ നിർത്തില്ല, എന്റെ ലക്ഷ്യത്തിലെത്തുന്നത് വരെ ഞാൻ നീങ്ങും എന്ന് പറയാൻ തുടങ്ങുക. എന്റെ ലക്ഷ്യത്തിലെത്തുന്നത് വരെ ഞാൻ പിന്നോട്ട് നടക്കില്ല. ഇത് പ്രവർത്തിക്കുന്നുവെന്ന് എന്നെ വിശ്വസിക്കൂ. കുരുക്ഷേത്ര യുദ്ധക്കളത്തിൽ കൃഷ്ണൻ അർജുനൻ നൽകിയ ഉപദേശമാണിത്. നിങ്ങൾ എനിക്ക് ധാരാളം ഒഴികഴിവുകൾ നൽകുന്നുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. യഥാർത്ഥത്തിൽ നിങ്ങൾ പരാജയത്തെ ഭയപ്പെടുന്നു. നിങ്ങളുടെ വില്ല് എടുക്കുക, മുന്നോട്ട് പോകുക. ഞാൻ എന്ന പരമമായ യാഥാർത്ഥ്യം എല്ലായ്പ്പോഴും നിങ്ങളുടെ ഹൃദയത്തിലുണ്ട്. നിങ്ങൾക്ക് ആവശ്യമായ എല്ലാ ഊർജവും നിങ്ങളിലേക്ക് വരുന്നു. പക്ഷേ അത് വരുന്നതിൽ നിന്ന് തടയുന്നത് എന്താണ്? നമുക്ക് അനന്തമായ സാധ്യതകളുണ്ട്. ഒരിക്കൽ നിങ്ങൾ ഈ ഊർജം സ്പർശിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആത്മീയമായി പുരോഗമിക്കാൻ മാത്രമല്ല, ഈ ലോകത്ത് നിങ്ങൾക്ക് പലതും ചെയ്യാൻ കഴിയും, നിങ്ങൾ മറ്റുള്ളവർക്ക് ഉപദ്രവം ഉണ്ടാക്കുന്നില്ലെങ്കിൽ. അതിനാൽ ഒരു സുരക്ഷാ വാൽവ് അവിടെയുണ്ട്. അത് പലരെയും വിശ്വസിക്കുന്നതിൽ നിന്ന് തടയുന്നു, കാരണം അവ അപകടമുണ്ടാക്കും. ഹിരോഷിമ നാഗസാക്കിയിൽ പൊട്ടിത്തെറിച്ച ഹൈഡ്രജൻ ബോംബിനേക്കാൾ വലുതാണ് ഞങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. അത് തെറ്റായ കൈകളിലേക്ക് വീഴുമെന്ന് സങ്കൽപ്പിക്കുക. അതിനാൽ ആളുകൾ ഇത് വിശ്വസിക്കാത്തതിൽ എനിക്ക് സന്തോഷമുണ്ട്, കാരണം ഇത് വിശ്വസിക്കുന്നതിനും ഈ ഉറവിടത്തിലേക്ക് വരുന്നതിനും മുമ്പ് ഒരാൾ സ്വയം ശുദ്ധീകരിക്കുകയും ഊർജം നന്മയ്ക്കായി ഉപയോഗിക്കുമെന്നും ഒരിക്കലും വിനാശകരമായ ഉദ്ദേശ്യങ്ങൾക്കായി ഉപയോഗിക്കുമെന്നും തോന്നുകയും വേണം. ഇപ്പോൾ ഇത് ടാപ്പു ചെയ്യാനുള്ള ഒരു സാധ്യതയും പ്രായോഗിക സാധ്യതയും ഉണ്ടോ? ഇതെല്ലാം സിദ്ധാന്തമാണ്. എനിക്ക് പറയാം, അഹം ബ്രഹ്മാസ്മി, പക്ഷേ ആരെങ്കിലും എന്റെ നേരെ വടിയുമായി വരുന്നത് കണ്ടാൽ ഞാൻ ഓടിപ്പോയേക്കാം. അപ്പോൾ അവിടെ ബ്രാഹ്മൺ എവിടെയാണ്? യോഗയിലൂടെ നിങ്ങൾക്ക് ഇത് ടാപ്പു ചെയ്യാനാകും. നിങ്ങളുടെ ഉള്ളിലുള്ള ഈ പരിധിയില്ലാത്ത ഊർജവും ശക്തിയും മനസ്സിലാക്കാൻ നിങ്ങളുടെ മനസ്സിനെ തുറന്നതും നിരുപാധികവുമാക്കാൻ കഴിയും. പതഞ്ജലിയുടെ യോഗസൂത്രങ്ങളിൽ പതഞ്ജലി യോഗയെ ഇങ്ങനെ നിർവചിക്കുന്നു: യോഗചിത്ത നിരോധ, മനസ്സിൽ നിന്നുള്ള എല്ലാ ശല്യങ്ങളും പ്ലസ് അല്ലെങ്കിൽ മൈനസ് എല്ലാ ശല്യങ്ങളും, നല്ലതോ ചീത്തയോ, മനസ്സ് എല്ലാ ശല്യങ്ങളിൽ നിന്നും മുക്തമാകുമ്പോൾ അത് ഇല്ലാതാക്കുന്നതാണ് യോഗ. തികച്ചും ശാന്തമായ മനസ്സ് ഇനി ഒരു സാധാരണ മനസ്സല്ല, അത് പരമബോധത്തെ പ്രതിഫലിപ്പിക്കുന്ന ഒരു മനസ്സാണ്. ഇതിനെ യോഗഭാഷയിൽ പുരുഷൻ എന്ന് വിളിക്കുന്നു. ഇപ്പോൾ ഞാൻ പുരുഷൻ എന്ന് പറയുമ്പോൾ അത് ആൺ പെണ്ണാണെന്ന് തെറ്റിദ്ധരിക്കരുത്. പുരുഷൻ എന്നാൽ ബോധം എന്നാണ്. അതിനാൽ എല്ലാ ഊർജത്തിന്റെയും ഉറവിടം ശാന്തമായ ആ മനസ്സിലൂടെ ഒഴുകുന്നു. ഇത് ഈ ലോകത്തിൽ നല്ല കാര്യങ്ങൾക്കും ഈ ആത്മീയ ലോകത്ത് മുന്നോട്ട് പോകാനും ഉപയോഗിക്കാം. ഈ ധാരണയിലൂടെയാണ് മഹാ ഋഷിമാർ ആത്മീയ മേഖലയിൽ മാത്രമല്ല, ഗണിതം, ശാസ്ത്രം തുടങ്ങിയ അത്ഭുതകരമായ കാര്യങ്ങൾ രചിച്ചത്. പുരാതന കാലത്ത് വിവരിച്ചിരിക്കുന്ന പുഷ്പക വിമാനങ്ങൾ ഫിക്ഷനാണോ അതോ ആരുടെയെങ്കിലും ഭാവനയാണോ എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? അവർക്ക് എന്തെങ്കിലും ഉണ്ടായിരിക്കുമെന്ന് ഞാൻ കരുതുന്നു. അവർ എങ്ങനെ അവിടെ എത്തി? കാരണം അവരുടെ മനസ്സിന് വികാസത്തിന് അതിരുകളില്ലായിരുന്നു. ആറ്റം ബോംബിന്റെയും ഹൈഡ്രജൻ ബോംബിന്റെയും ഉപജ്ഞാതാവായ ഓപ്പൺഹൈമർ ഹിരോഷിമ നാഗസാക്കി സ്ഫോടനത്തിന് ശേഷം ഗീത വായിച്ചപ്പോൾ ഉപയോഗിച്ച ആയുധങ്ങളുടെ വിവരണം ആറ്റം ബോംബോ ഹൈഡ്രജൻ ബോംബോ പോലെയാണെന്ന് അദ്ദേഹം ആശ്ചര്യപ്പെട്ടു. അപ്പോൾ ഈ അറിവ് എവിടെ നിന്ന് വന്നു?
നിങ്ങൾ ആയുർവേദ ഗ്രന്ഥത്തിലേക്ക് പോയാൽ സുശ്രുത സംഹിത, ചരക സംഹിത, സുശ്രുതൻ ശസ്ത്രക്രിയ നടത്തിയിട്ടുണ്ടാകണം. ഇപ്പോൾ ആയുർവേദത്തിൽ ആരും ശസ്ത്രക്രിയ ചെയ്യുന്നില്ല, അത് പോയി. മഹാനായ യോഗികൾ, മഹാനായ ശാസ്ത്രജ്ഞർ പോലും ചാണക്യനെപ്പോലുള്ള മഹാനായ നയതന്ത്രജ്ഞരും തന്ത്രജ്ഞരും, അവരെല്ലാം മനുഷ്യജീവിതത്തിന്റെ പര്യവേക്ഷണം ചെയ്യപ്പെടാത്ത ആ സാധ്യതയുള്ള ഊർജ്ജത്തിന്റെ ഒരു ഭാഗം തട്ടിയെടുത്തു. അത് തട്ടിയെടുക്കാൻ ഏറ്റവും നല്ല സ്ഥാനത്താണ് മനുഷ്യൻ. ഇത് ഒരു ചെറിയ അമീബയിൽ നിന്നാണ് ആരംഭിച്ചത്. ഇപ്പോൾ നമ്മൾ വളരെ പരിണമിക്കുകയും വികസിക്കുകയും ചെയ്തു, പക്ഷേ ഇപ്പോഴും ഈ ത്രിമാന ചിന്തയിൽ ഉറച്ചു നിൽക്കുന്നു. നമുക്ക് മനസ്സിൽ സങ്കൽപ്പിക്കാൻ പോലും കഴിയുമെങ്കിൽ, മറ്റു മാനങ്ങൾ ഉണ്ടാകാമെന്ന് നമുക്ക് അറിയില്ലെങ്കിൽ, നമ്മുടെ ഹൃദയത്തിൽ നിന്ന്, നമ്മുടെ ആന്തരിക ഉറവിടത്തിൽ നിന്ന്, നമ്മുടെ ആന്തരിക ബോധത്തിൽ നിന്ന്, ജീവിതത്തിൽ നിന്ന് യഥാർത്ഥ സത്തയിൽ നമുക്ക് ഊർജം ലഭ്യമാകും. തികച്ചും വ്യത്യസ്തമായിരിക്കും. അത്തരക്കാർ, മഹായോഗികൾ, ശരീരം കടന്നുപോകുമ്പോൾ പോലും പുഞ്ചിരിയോടെ പോകുന്നു, കാരണം ഇത് അവസാനമല്ല, അത് തുടരുന്നു. അതിനാൽ നിങ്ങൾ ഉപേക്ഷിക്കരുതെന്ന് ഞാൻ കരുതുന്നു. ഇത് ഞങ്ങൾക്ക് ചെയ്യാനാകുമെന്ന് കരുതരുത്, പക്ഷേ നിങ്ങളുടെ കഴിവുകൾ വികസിപ്പിക്കുക. നിങ്ങൾ ആര്യഭട്ടനേക്കാൾ വലിയ ഗണിതശാസ്ത്രജ്ഞനാണെങ്കിൽ എന്തിന് അവിടെ നിർത്തണം? നിങ്ങൾക്കത് ചെയ്യാൻ കഴിയുമെന്ന് ഞാൻ കരുതുന്നു. ഇല്ല എന്ന് ഒരിക്കലും പറയരുത്. ശ്രീ എം.